ന്യൂസ് 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയതിൽ കുറ്റം സംബന്ധിച്ച് അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ അപേക്ഷിക്കാൻ മറന്നതാണ് കാരണമെന്നും പ്രതി എക്സാം ഒബ്സർവർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. നാളെ തൃശൂർ പൂരം. തെക്കേ ഗോപുര വാതിൽ തുറന്നു. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ പൂര വിളംബരം നടത്തി. ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പൂര വിളംബരം. ആശാവർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക്. 45 ദിവസം നീളുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് ആരംഭം കുറിച്ചു. ജൂൺ 17 തിരുവനന്തപുരത്ത് മഹാറാലിയോടെയായിരിക്കും സമരത്തിന്റെ സമാപനം. സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശനത്തിൽ ഇന്ന് റാപ്പർ വേടന്റെ പരിപാടിയും. പരമാവധി 8000 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. വൻ സുരക്ഷാ സന്നാഹം ഒരുക്കി പോലീസ്. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വേണ്ട സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം. സൗദി ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുറഹ്മാന്റെ മോചനം നീളുന്നു. 12ാം തവണയും കോടതി കേസ് നീട്ടിവെച്ചു. വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവ് വൈകുകയാണ്. തുടർച്ചയായ പാക് പ്രകോപനത്തെ തുടർന്ന് പ്രതിരോധ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം 8 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച കുട്ടി മരിച്ചു. തിരുവനന്തപുരം സ്വദേശിനി 7 വയസ്സുകാരിയായ നിയ ഫൈസലാണ് മരിച്ചത്. ഞരമ്പിനേറ്റ മുറിവാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.